ഒരു 2 മാസം മുൻപാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനായിട്ട് അതുവരെ പ്രോപ്പറായിട്ട് പഠിക്കാത്തവർക്ക് നല്ല രീതിയിലൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒപ്പം അവസാന മാസത്തെ റിവിഷനായിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തു. പക്ഷെ അതേസമയം എനിക്കെതിരെ ഹെയ്റ്റ് പടർത്തിവിടാനായിട്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ AI ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റുകൾ കൂടിക്കൊണ്ടേയിരുന്നു. കുറേ പേര് പറഞ്ഞു, മണ്ടത്തരം മാത്രം വിളമ്പാൻ അറിയുന്ന കുട്ടുവാവ, ഇവൻ പൊട്ടനെന്ന് വെച്ചാൽ ലോക പൊട്ടനാണ്, ഇവനൊക്കെ പ്രിലിംസ് ക്ലിയർ ആക്കി തരാനേ പറ്റുള്ളൂ, മെയിൻസ് ക്ലിയർ ആക്കണമെങ്കിൽ നിങ്ങൾ കഴിവുള്ളവരുടെ അടുത്ത് പോകണം, കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ അറിയണവരുടെ അടുത്ത് പോകണം എന്നൊക്കെ കുറേ കമൻറ്റുകൾ വന്നു. എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇവർക്കൊക്കെ ബോധമില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാമെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഈ ഹെയ്റ്റ് ഒക്കെ എൻ്റെ മേലേക്ക് വരുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലോട്ട് അധികം ഫോക്കസ് ചെയ്യാൻ നിന്നില്ല. കാരണം അത് നെഗറ്റിവിറ്റിക്കായിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നൊരു ടൈം അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറേ അധികം പേര് കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമിന് 2 മാസം കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള സമയമായിരുന്നു. ആൻഡ് ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ എല്ലാ എഫേർട്ടും എടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് പഠിക്കാനുള്ളത് ഞാൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. AI ക്ലാസ്സുകളായിക്കോട്ടെ, സ്ട്രാറ്റജി സെഷൻസ് ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, എല്ലാം എനിക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് അടിച്ചടാ, അവര് നല്ല സ്കോർ അടിച്ചു. അവര് സ്കോർ ചെയ്തതിനേക്കാളും ഉപരിയായിട്ട് അവരവരുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഫേസിലാണ്. കാരണം അവർ ഈ ഒരു ടൈമിനുള്ളിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ലൈഫിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ആൻഡ് ഞാനിപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് അതാണ്, ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആൻഡ് ഇന്നലെ കുറേ അധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടേതായിട്ട്. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പറയുന്നതായിട്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി വൺ ഓഫ് ദ റീസൺസ് ഫോർ യുവർ ഹാപ്പിനെസ്. അപ്പോൾ ഇനിയും കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ, കളിയാക്കുന്നവരുണ്ടെങ്കിൽ, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കളിയാക്കാതിരിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കുറച്ച് നേരത്തേക്കെങ്കിലും ലെറ്റ് ദിസ് സ്റ്റിങ് യുവർ ഹാർട്ട്. Foraging the proof and the truth rang from me. Answered every call when they beckoned, billion angels in the sky sang for me. Trying to run up, wasn't ready then. Needed all the healing she would offer. See, the truth was I was crippled by the thought of having blood upon my head for many men. Body, sorted by the dozen. Freedom, calling on my name to be the leader that they needed when they kneel and see them through the night so they can see the sun. நீயும் தூரம் போக நெஞ்சு புண்ணா கிடந்தேன், ஒப்பாதம் போகும் பாத வழி மண்ணா கிடந்தேன், காலம் தாண்டி உயிர் ஊரக்கணினேன், ராச வந்தா உலகெல்லாம் அடைஞ்ச ஏலே. அடிபட்டு ஏறிய யுத்த வேதனிச்சா இவன் மேல் விரல் வெப்ப வீரனாம் கர்ணனுக்கே இவன் அப்ப.